കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിൽ വ്യവസായ പാർക്ക് തുടങ്ങാൻ 5 ലക്ഷം രൂപ വീതം ഷെയറെടുത്ത് കോടികൾ തട്ടിച്ചതായി പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിക്ഷേപകർ തിരുവമ്പാടി സ്റ്റേഷനിലെത്തി പരാതി നൽകി. പാർക്ക് സർക്കാർ സംവിധാനത്തിലാണെന്നും മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം പിരിച്ചത്. 2019 മുതലാണ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിൽ 20 ഏക്കർ സ്ഥലത്ത് ഗ്രീൻ പാർക്ക് എന്ന പേരിൽ വ്യവസായ പാർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാരശ്ശേരി മരഞ്ചാട്ടി സ്വദേശി അബ്ദുൾ സലാം എന്നയാൾ പ്രവാസികളിൽ നിന്നടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി ആളുകളിൽ നിന്നും ഒരു ഷെയറിന് 5 ലക്ഷം രൂപ വീതം വാങ്ങിയെടുത്തത്. അബ്ദുൾ സലാം വെള്ളയങ്കര എന്ന് പറഞ്ഞ വ്യക്തി, അതായത് മരഞ്ചാട്ടിയിലുള്ള അയാളൊരു പ്രവാസിയാണ്. അപ്പോൾ അയാള് ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ സബ്സിഡിയോട് കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്താ പറയാ, സർക്കാരിന്റെ ഈ പ്രവാസികളുടെ നിരാശപ്പെടുത്തുന്ന വിധത്തിൽ ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാണ് ചെയ്തത്. അയാൾക്ക് ഇതുവരെ അതിനുള്ള രേഖകളോ അനുമതികളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പല NRIസും നാട്ടിലുള്ള രോഗികളും അങ്ങനെ ഉള്ള ആളുകളൊക്കെയാണ് ഇതിൽ അംഗങ്ങളായിരിക്കുന്നത്. ഇതിലിപ്പോ ഞങ്ങളൊരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പദ്ധതി ചേർന്ന് കഴിഞ്ഞാൽ 11 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാന്നാണ് ഞങ്ങളെ ഇതിലോട്ട് ചേർത്തിയിട്ടുള്ള എക്സിക്യൂട്ടീവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ഇയാളായിട്ട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾ പലപ്പോഴായിട്ട് ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച ശരിയാവും എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോവാണ് ചെയ്തത്. പിന്നീട് കുറച്ചു പേർക്ക് അയാള് സ്വകാര്യമായിട്ട് ഒരു എഗ്രിമെന്റ് എഴുതി 2 മാസം കൊണ്ട് കാശ് തരാം, ബാക്കിയുള്ളവരൊന്നും അതിനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. ശേഷം ഇയാൾ വീണ്ടും വഞ്ചിക്കാന്ന് മനസ്സിലായതിന്റെ പേരിൽ ഞങ്ങൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും അവിടുന്ന് ഇയാളെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം പുറത്തു നിന്ന് ഇയാള് ഒരു 6-7 പേർക്ക് മാത്രം ചെക്ക് കൊടുത്തു. ആ ചെക്കും കൃത്യമായി ഇയാള് ബൗൺസ് ചെയ്തു. അതിൽ അയാൾ സിഗ്നേച്ചർ അല്ല എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത്. പണം കൊടുത്ത ശേഷം പിന്നീട് പാർക്കിന്റെ നിർമ്മാണം സംബന്ധിച്ച് യാതൊരു പുരോഗതിയും കാണാത്തതുകൊണ്ട് 11 മാസത്തിനു ശേഷം പണം തിരികെ ചോദിച്ചെത്തിയവർക്ക് പണം നൽകാൻ അബ്ദുൾ സലാം തയ്യാറായില്ല. പിന്നീട് പരാതിയുമായി മുന്നോട്ട് വന്ന 7 പേർക്ക് സലാം 2 മാസത്തെ അവധി വെച്ച് എഗ്രിമെന്റ് ചെയ്തെങ്കിലും പണം ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് തട്ടിപ്പിന് ഇരയായവരെ കണ്ടെത്തി 40 പേരുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റിയിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലരും പല സ്റ്റേഷനുകളിലും പരാതി കൊടുക്കുകയും ഞങ്ങൾ ഒരു IG-ക്ക് ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിൽ ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് പലർക്കും ഇതിനു വേണ്ടി പ്രതികരിക്കാനോ മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എന്താ പറയാ, ഈ സർക്കാരിന്റെ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള ഒരു അനുമതി അതിനെ ദുരുപയോഗം ചെയ്ത് ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഈ വ്യക്തി ഈ പണം മുഴുവനും ഫണ്ട് മാറ്റി കാസർഗോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയില്ലാത്തതുകൊണ്ട് ബഡ്സ് കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പരാതി നൽകുകയും കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്തു. തുടർന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം സലാമിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ബഡ്സ് അതോറിറ്റി ഉത്തരവായതായും എന്നാൽ ഇവർക്കെതിരെ പോലീസോ ക്രൈംബ്രാഞ്ചോ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാർ പറയുന്നു. മാത്രവുമല്ല, സമാന രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ വില്ല പ്രോജക്ട് എന്ന പേരിൽ പുതിയ തട്ടിപ്പ് തുടങ്ങിയതായും ഇവർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.